അസ്സലാമു അലൈക്കും. അപ്പോൾ ചുരിദാറിൻ്റെ തയ്ച്ച ബാക്കിയാണ് മുഴുവനാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ട് അകമ്പുറം മറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചുരിദാർ വെച്ചിട്ട് ഷേപ്പൊക്കെ ഒന്ന് വരച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ടേപ്പ് വെച്ചിട്ട് അളവൊന്നുമല്ല, എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് അടിക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ചുരിദാറിൻ്റെ വണ്ണം ഷേപ്പൊക്കെ ശരിയാക്കാൻ വേണ്ടി അളവിനൊരു ചുരിദാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ വരച്ചിട്ട് ആ വരൻ്റെ മീതെ കൂടെയാണ് നമ്മൾ അടിക്കുക. അപ്പോൾ അത് ചോക്ക് വെച്ചിട്ട് ഷേപ്പ് ഭാഗം വരച്ചു കൊടുക്കുക ആദ്യം. കഴിഞ്ഞ് കയ്യിൻ്റെ ഭാഗം ഓപ്പണിൻ്റെ അവിടെ ഒരു വര വേറെ ഇട്ട് കൊടുക്കുക കേട്ടോ, അങ്ങോട്ട് ആക്കിയിട്ട്. അപ്പോൾ അത് വരെയാണ് നമുക്ക് അടിക്കേണ്ടത്. പിന്നെ കയ്യിൻ്റെ വണ്ണം കൂടെ വരച്ചിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഷേപ്പിനുള്ളതൊക്കെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ വരൻ്റെ മീതെ കൂടെ തയ്ച്ചെടുക്കാം. രണ്ട് സൈഡിൽ രണ്ട് കൈയും ഒക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ വരയുടെ മീതെ കൂടെ ഉണ്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമായിട്ട് കറക്റ്റ് അളവാകും ചെയ്യും, ഒരു മാറ്റവും വരില്ല, എല്ലാതും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ തുമ്പൊക്കെ കുറച്ചധികം ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാണ്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ ഇത് രണ്ടടി കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിത് കറക്റ്റ് ആവും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലാച്ചെങ്കിൽ നിങ്ങൾ ഒരു അടി അടിച്ചിട്ട് നിവർത്തി നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പാണോ എന്ന് നോക്കിയിട്ട് മതി രണ്ടാമത്തെ അടി അടിക്കൽ, അല്ലെങ്കിൽ ഒക്കെ തുന്നഴിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടടി കൊണ്ട് അടിക്കുന്നത്. കാരണം ഇത് കറക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒപ്പാണെന്നൊന്നും കൂടി നോക്കണം നമ്മൾ ഇടയ്ക്ക് കേട്ടോ. കാരണം ഉള്ളിലേക്ക് കുഴഞ്ഞ തുണി ആയതുകൊണ്ട് നീങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും വരമ്മ കൂടെ അടിച്ചു കൊടുക്കുക. ഇത് ഞാനെന്ന് പറഞ്ഞത് തിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും അതേപോലെ ഒന്നാണ്ട് അടിച്ചു കൊടുത്താൽ അവിടുന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും അടിക്കണതിന് പകരം ഒന്നുകൂടെ തിരിച്ചും കൂടി ഒരടി അടിച്ചു കൊടുത്താൽ ആ ഭാഗത്ത് രണ്ടടിയും കഴിയും. അതേപോലെ കറക്റ്റ് ഈ ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ട് ഇനി തയ്ക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പാൻറ്റിനൊക്കെ വെട്ടണതും അടിക്കണതൊക്കെ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലാച്ചെങ്കിൽ വേണ്ട, ഈ ഒരു വീഡിയോ മാത്രം ആയിട്ട് ഇതാ. ഇപ്പോൾ അതാ ഇനി നമുക്ക് അവിടെ അളവിട്ടുണ്ടല്ലോ, അതിൻ്റെ രണ്ട് സൈഡിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അധികമുള്ള തുണി. എന്നിട്ട് നമുക്ക് മടക്കി അടിക്കാനുള്ള തുമ്പ് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ സൈഡിൽ. നമ്മൾ അടിച്ച് വെച്ച ഇതുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കറക്റ്റ് ഒരു അളവ് വെച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ അതാ നമുക്കൊരു മടക്കി 4 സൈഡും മടക്കി അടിക്കണം. അതിനുള്ള അളവും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ അത് അടിച്ച ആ അടയാളം കാണുന്നില്ല. അതിൻ്റെ ഇപ്പുറത്ത് കൂടെ നമുക്ക് കുറച്ച് തുമ്പിട്ടിട്ട് വേണം വെട്ടി കൊടുക്കാൻ. അതേപോലെ ഈ സൈഡിൽ തുമ്പ് കുറച്ച് കുറവാണ്, എന്നാലും ഒന്ന് ഒപ്പാക്കിയിട്ട് അടിച്ചെടുക്കാം, നമുക്ക് വെട്ടിയിട്ട് കൊടുക്കാം. ഒരു ടേബിളിൽ വെച്ചിട്ടൊക്കെയാണ് കുറച്ചുകൂടെ വൃത്തിക്കാൻ. ഞാൻ അവിടെ ടേബിൾ താഴത്താണ്, ഞങ്ങൾ മെഷീന് മീതായതുകൊണ്ടാണ് അവിടെ കൊണ്ടുവച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അവിടെ ബെഡിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഇങ്ങനെ ടേബിളും വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിക്കായിരുന്നു. അപ്പോൾ താഴത്തേക്ക് കയറി ഇറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബെഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് തുമ്പൊക്കെ വെട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് 4 സൈഡും തയ്ച്ചു കൊടുക്കണം. സൈഡ് ഓപ്പണിൻ്റെ അവിടെ. അപ്പോൾ കയ്യിന് നമുക്ക് ഇതേപോലെ ലൈനിങ് ഇല്ലാതെ ഇടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ അധികം ചുരിദാറിൻ്റെ ഇതിൽ ലൈനിങ് വെക്കാറില്ല, കൈക്ക് കട്ടിയുള്ള തുണിയാകുമ്പോൾ. കാരണം നൈസായിട്ട് നിഴലടിച്ച് കാണുന്നതിന് മാത്രം ലൈനിങ് വെച്ച് കൊടുക്കുക.
അതാ ഇതേപോലെ മടക്കിയിട്ട് 4 സൈഡും നമുക്ക് അടിച്ചു കൊടുക്കണം. ലൈനിങ് കൂട്ടിയിട്ട് വേണം അത് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ കറക്റ്റ് മടക്കി പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു വൃത്തി സൈഡ് ഓപ്പൺ അവിടെ ചെയ്യുമ്പോൾ. അതേപോലെ ഈ സൈഡ് ഓപ്പണിൻ്റെ ഈ സൈഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് അവിടെ വൃത്തിക്ക് മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ചുളിഞ്ഞ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കറക്റ്റ് പിടിച്ചിട്ട് വേണം അവിടുന്ന് പിന്നെ അടിച്ച് തുടങ്ങാനായിട്ട്. അങ്ങനെ 4 സൈഡും അടിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ 4 സൈഡും അടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു വക്കിനും കൂടി അടിച്ചു കൊടുക്കുക. നമ്മൾ കൈക്കൊക്കെ അടിച്ചില്ല അതേപോലെ ഒന്നും കൂടി. അത് റെഡിമെയ്ഡിനൊന്നും അങ്ങനെ ഒന്നും അടിക്കണില്ല, ഒറ്റടി തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ 4 സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് മാത്രം, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അടിച്ചു നോക്കിയാൽ പഠിയുന്നത് ഉറപ്പാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചുരിദാർ അടി പഠിച്ചത്. അപ്പോൾ അതേപോലെ ആഗ്രഹമുള്ളവർക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയതാണ്. അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നണം. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് അതിനോട് ചെയ്യാനുള്ളൊരു മടി കൂടാതെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം, എന്നെങ്കിൽ തന്നെ പഠിയുള്ളൂ. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ ശരിയായിക്കോളും. അത് വീഡിയോ ആക്കി എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് സമയമായത് കേട്ടോ. ഞാൻ 1 മണിക്കൂർ തികച്ച് വേണ്ട ഒരു ചുരിദാർ അടിക്കാനായിട്ടാ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെട്ടിയെടുക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ ഒരു ചുരിദാർ അടിക്കാനായിട്ട് 10 മിനിറ്റ് അല്ല, ഒരു മണിക്കൂർ വേണ്ട, 1/4 മണിക്കൂർ ഉണ്ടായ ഒരു ചുരിദാർ തയ്ച്ചെടുക്കുക. അത്ര സമയം വേണ്ടുള്ളത്. വീഡിയോ എടുക്കാനായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. തയ്ച്ചിടുന്നല്ലാതെ വീഡിയോക്കൊക്കെ ഒന്നും മെനക്കെടാറില്ല. അപ്പോൾ അത് ചെയ്തു നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സമയങ്ങൾക്ക് തോന്നും. 3 വീഡിയോ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇത്ര അധികം സമയം വേണ്ടേന്നുള്ളത് അത്രയൊന്നും ഇല്ല കേട്ടോ. അത് ഈ വീഡിയോ എടുത്തതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതാ 2 സൈഡും അടിക്കൽ കഴിഞ്ഞിട്ടാ. ഇതും കൂടെ ചെയ്താൽ 2 സൈഡായി. പിന്നെ അടിഭാഗത്തും കൂടിയും മടക്കി അടിച്ചു കൊടുക്കാം. 2 സൈഡ് കഴിഞ്ഞതിൻ്റെ ശേഷം അടിഭാഗം അടിച്ചു കൊടുക്കണതാണ് അതിൻ്റെ ഒരു വൃത്തിട്ടാ. അപ്പോൾ ആ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇനി നമുക്ക് അടിഭാഗം അതേപോലെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി മറ്റേ സൈഡും അതേപോലെ അടിഭാഗം ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. ഈ സൈഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ സൈഡിൻ്റെ ഇറക്കം കൂടി നോക്കിയിട്ട് വേണം കറക്റ്റ് ഒപ്പത്തിന് മടക്കി അടിക്കണം. അപ്പോൾ അതും കൂടി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ അടിച്ച് കഴിഞ്ഞിട്ടുള്ള